വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാരോൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹെൽത്ത് റീഡിംഗ് ആണ്. നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ച് നമ്മൾ ഒരു കാർഡ് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഒഴിവാക്കേണ്ടത്, യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് വരുന്ന ഒരു ഗൈഡൻസ്. നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്നത് മൂൺ കാർഡാണ്. അടുത്തത് നിങ്ങൾ എന്താണ് ഒഴിവാക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിൽ നിന്നും എന്ത് ഗൈഡൻസ് ആണെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്നത് ടെമ്പറൻസ് കാർഡാണ്. നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മെൻ്റലി ഒത്തിരി സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ അതൊന്നും ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കില്ല, എന്നാലും നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഓവർ തിങ്ക് ചെയ്യുകയും അതെല്ലാം നിങ്ങളുടെ ഹെൽത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഓവർ സ്ട്രെസ്സ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഹെൽത്തിനെ ഓവറോൾ എഫക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനത്തെയൊക്കെയുള്ളൊരു ഇല്യൂഷൻസിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നത്. അത് കാരണം അത് നിങ്ങളുടെ ബോഡിയിൽ ഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതൊക്കെ ഒന്ന് ഒഴിവാക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓവർ തിങ്കിങ് ഒക്കെ ഒന്ന് മാറ്റി നിർത്തി അതിന് വേണ്ടിയിട്ട് യോഗ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ലഘൂകരിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ എന്താണ് ഒഴിവാക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ, ഹെൽത്തിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ ഡിസിഷൻ എടുക്കുന്നത്. മറ്റുള്ളവരെന്തെങ്കിലും ഉപദേശം തന്നാൽ നിങ്ങൾ ഒരുപക്ഷെ അതൊന്നും ചെവിക്കൊള്ളുന്നതായിട്ട് കാണിക്കുന്നില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ബേസ് ചെയ്താണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ ഒക്കെ നിങ്ങളെ അഡ്വൈസ് ചെയ്താൽ നിങ്ങളതൊന്നും കാര്യമായിട്ട് എടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവർ പറയുന്നതിന് വില കൊടുക്കുകയും അതിനും കൂടെ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ മാത്രം ആശ്രയിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാതിരിക്കുക. അതുപോലെ എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് എല്ലാം ഒന്ന് ആലോചിച്ച് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതും കേട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പോൾ ഇമോഷണൽ ബാലൻസ് ആണെങ്കിലും കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബാലൻസ് ഒക്കെ ആണെങ്കിലും എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയും അതേപോലെ തന്നെ വളരെ ക്ഷമയോടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുകയും നിങ്ങളുടെ ഹെൽത്തിൽ ഓവറോൾ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് റെസണേറ്റ് ആകുന്നവർ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.